നിസ്കരിക്കുക എന്നത് മാത്രമല്ല, അതിനോടനുബന്ധിച്ചും അല്ലാതെയുമുള്ള ഒരുപാട് ആരാധനകൾ, ആ കാര്യങ്ങൾ സ്വസ്ഥമായി നിർവഹിക്കപ്പെടാനുള്ള സംവിധാനമാണ്, സൗകര്യമാണ് പള്ളി എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പുണ്യം നേടാനുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ് പള്ളി. അതിന് തുല്യമായ ഒരു കേന്ദ്രം മറ്റൊരിടത്ത് കാണുക സാധ്യമല്ല. അത്രത്തോളം നന്മകൾ സ്വന്തമാക്കാൻ, സമ്പാദിക്കാൻ സൗകര്യപ്പെട്ട ഇടമാണ് അള്ളാഹുവിന്റെ വീട്, ഭവനം എന്നുള്ളത്. അതുപോലെ ഓരോ നന്മകളും എളുപ്പമായി കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ആദ്യം പള്ളിയാണ്. എല്ലാ നിലക്കും എളുപ്പവും സൗകര്യവുമാണ് നന്മകൾക്ക് വേണ്ടി പള്ളി എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വന്നു പോകുന്ന, വാക്കാലും പ്രവൃത്തിയാലും നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സ്വീകാര്യത കിട്ടുന്ന ഇടം അള്ളാഹുവിന്റെ ഭവനമാണ്. ഇതെല്ലാം ഉള്ളതോടൊപ്പം സാമൂഹികവും കുടുംബപരവും വ്യക്തിപരവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്, ആശാ കേന്ദ്രമാണ് അള്ളാഹുവിന്റെ പള്ളി എന്നുള്ളത്. മാനസികമായി വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതെല്ലാം ഇറക്കി വെക്കാനുള്ള, സ്വകാര്യമായി റബ്ബിന്റെ മുമ്പിൽ തുറന്നു പറയാനുള്ള സ്ഥലം പള്ളിയാണ്. കുടുംബപരമായി നീറുന്ന പ്രശ്നങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമാധാനവും സ്വസ്ഥതയും തേടി വരാനുള്ള ഇടമാണ് അള്ളാഹുവിന്റെ പള്ളി എന്നത്. സാമൂഹികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനും നിർദ്ദേശിച്ചു കൊടുക്കാനും അതിലെല്ലാം ഒരു തീരുമാനം അറിയിക്കാനുമുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് പള്ളി. ആ ചോദ്യത്തിന് ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. വിശ്വാസികളായ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ബോധമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളുടെ ചോദ്യം, അയ്യുൽ ബുൽദാൻ അഹബ്ബു ഇലല്ലാഹ്, നാടുകളിൽ, പ്രദേശങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നാം താമസിക്കുന്ന പ്രദേശങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല പ്രദേശം ഏതാ? വായുൽ ബുൽദാനി അബ്ഗദു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, ദേഷ്യമുള്ള നാട് അല്ലെങ്കിൽ സ്ഥലം ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ഹത്താ അസ്അല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയായിരുന്നു. വഹയിലൂടെ അവിടുന്ന് ഉത്തരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉത്തരം സ്വഹാബത്തിനെ പഠിപ്പിച്ചു. അന്ന അഹ്സനൽ ബിഖാഇ ഇലല്ലാഹ് അൽ മസാജിദ്, ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ, ഒരു അങ്ങാടിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം, സ്ഥലം എന്ന് പറഞ്ഞാൽ അത് പള്ളികളാണ്. ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീട്. അള്ളാഹുവിനെ ആരാധിക്കാൻ, അവനെ അനുസരിക്കാൻ, അവന്റെ കൽപ്പനകളെ കൃത്യമായി നിർവഹിക്കാൻ നിർമ്മിക്കപ്പെട്ട ഭവനങ്ങൾ, അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു നാട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള, വെറുപ്പുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങാടികളാണ്. അങ്ങാടികളുടെ സംസ്കാരം നമുക്കറിയാം. അതൊരിക്കലും പള്ളിയുടെ സംസ്കാരമല്ല. പള്ളിയുടെ സംസ്കാരം പരിപൂർണമായി അങ്ങാടിയിൽ കിട്ടുക എന്നതും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പള്ളിയുടെ അകവും പുറവും അങ്ങാടി സംസ്കാരങ്ങൾക്ക് തുല്യമായി, സമമായി മാറ്റപ്പെടാൻ പാടില്ല. അവിടെ നന്മയാണ് മണക്കേണ്ടത്, അവിടെ നന്മയാണ് ഉണ്ടാകേണ്ടത്. അവിടെ വരുന്നവർക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമാണ് കിട്ടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ ഉണർത്തുകയാണ്. കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ഈ കാര്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം അള്ളാഹുവിന്റെ ഭവനത്തിന്റെ പരിപാലനം എന്തുമാത്രം സൗന്ദര്യമുള്ളതാണ്. അതാരാണ് പരിപാലിക്കേണ്ടത്?
അതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടേണ്ടത് ആരെയാണ്? വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചു. നമ്മുടെ മനസ്സിൽ തോന്നിയവരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാടി വിളിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഏതെങ്കിലും കമ്മിറ്റികളെ, ഏതെങ്കിലും ഭാരവാഹികളെ ഏൽപ്പിച്ച് അതവർ നോക്കും എന്ന നിലപാട് എടുക്കേണ്ട വിഷയമല്ല. രണ്ട് രൂപത്തിലുള്ള പരിപാലനം അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശ്വാസം എന്ന പ്രകാശം, ഹിദായത്ത് എന്ന വെളിച്ചം, അത് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന സ്ഥലങ്ങൾ പള്ളികളാണ്. അള്ളാഹുവിന്റെ അനുമതിയോടെ ഫീ ബുയൂത്തിൻ, അവന്റെ ഭവനങ്ങളിലാണ് സന്മാർഗത്തെ കുറിച്ച്, നന്മകളെ കുറിച്ചുള്ള വിളംബരങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. എന്തിനു വേണ്ടിയാണ് ആ ഭവനങ്ങൾ? അൻ തുർഫ വയുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിന് വേണ്ടി ഉയർത്തപ്പെട്ട, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട ഭവനങ്ങളിലാണ് ഹിദായത്തിന്റെ വെളിച്ചം ഉണ്ടാവുക. ഈ ആയത്ത് വിശദീകരിക്കവേ രണ്ട് രൂപത്തിലുള്ള പരിപാലനം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും മുന്തിയ, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പരിപാലനം ഏതാണ്? അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ശൈഖ് നാസിർ സഅദി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കവേ പറഞ്ഞു, ഇമാറത്തുൻ അഥവാ ഇമാറത്തുൽ മസാജിദ് അലാ ഖിസ്മൈൻ, പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തെ രൂപം ഇമാറത്തു ബുന്യാൻ, പള്ളിക്ക് ആവശ്യമായ ഒരു കെട്ടിടം, ഒരു സംവിധാനം സൗകര്യപ്പെടുത്തുക എന്നതാണ്. നിസ്കരിക്കാൻ വരുന്നവർക്ക്, ജുമാക്ക് വരുന്നവർക്ക്, അതേപോലെ തന്നെ പ്രശ്നങ്ങളുമായി സമീപിക്കുന്നവർക്ക് അതെല്ലാം സ്വസ്ഥമായി പങ്കുവെക്കാനും ആരാധനകൾ കൃത്യമായി നിർവഹിക്കാനും സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഒരു പരിപാലനമാണ്. വസിയാനത്തുല്ലഹ, സൗകര്യങ്ങൾ ഒരുക്കി വെക്കുക മാത്രമല്ല, അതിനെ സംരക്ഷിക്കണം, അത് വൃത്തിയിൽ കൊണ്ടു നടക്കണം. അതേപോലെ തന്നെ അടക്കത്തിലും ഒതുക്കത്തിലും അതിനെ സംരക്ഷിക്കണം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം, കേടുപാടുകൾ തീർക്കണം. ഇങ്ങനെയുള്ള സംരക്ഷണം അള്ളാഹുവിന്റെ ഭവനത്തിന് കൊടുക്കണം. അതിലേറ്റവും പ്രധാനം വൃത്തിയാണ്. പള്ളിയുടെ അകവും പുറവും അതുമായി ബന്ധപ്പെട്ടതെല്ലാം വൃത്തിയിൽ കൊണ്ടു നടക്കാൻ, ശുദ്ധിയിൽ കൊണ്ടു നടക്കാൻ അതുമായി ബന്ധപ്പെടുന്നവർക്ക് സാധിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ഒരു കാര്യം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു, ബിബിനാഇൽ മസാജിദ് ഫിദ്ദുവർ, ആവശ്യമായ സ്ഥലങ്ങളിൽ, സൗകര്യം ഒരുക്കേണ്ട ഇടങ്ങളിൽ നിങ്ങൾ പള്ളി സ്ഥാപിക്കുക. കുറച്ചധികം വീടുകളുണ്ട്, അല്ലെങ്കിൽ സൗകര്യപ്പെട്ട ഒരു സ്ഥലം കിട്ടി, അവിടെ നിങ്ങൾ പള്ളി ഉണ്ടാക്കണം. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു ഭവനം ഉണ്ടാക്കണം. എന്നിട്ടോ അതവിടെ ഒരു അടയാളമായി, അല്ലെങ്കിൽ ഒരു ഓർമ്മ നൽകുന്ന വസ്തുവായി, അല്ലെങ്കിൽ ഒരു പുരാവസ്തുവായി അവിടെ കിടക്കട്ടെ എന്ന മനോഭാവമല്ല. മറിച്ച് എന്ത് വേണം? വൻ തുനവ്വഫ വതുതയ്യബ, അത് വൃത്തിയിൽ കൊണ്ടു നടക്കണം, അതിനെ പരിപാലിക്കണം, അതിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, അതിന്റെ പവിത്രതയെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഒരു പരിപാലനം. രണ്ടാമത്തേതോ വഇമാറത്തും ബിദിക്രിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം ഓർക്കാൻ വേണ്ടി, റബ്ബിനെ സ്മരിക്കാൻ വേണ്ടി ആ ഭവനത്തെ തയ്യാറാക്കി നിർത്തുക എന്നതാണ്. മിനസ്സലാത്തി വഗൈരിഹാ, നിസ്കാരവും അതുപോലെയുള്ളതും. നിസ്കാരം എന്ന് പറയുമ്പോൾ നിർബന്ധ നിസ്കാരമുണ്ട്, അതേപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങളുണ്ട്. നിസ്കാരം മാത്രമല്ല, അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പെടുകയാണ്? ഒരാൾ ദിക്ർ ചൊല്ലാൻ വേണ്ടി, അല്പസമയം ദിക്ർ ചൊല്ലാൻ വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പള്ളിയിൽ വന്നിരുന്നു. അയാൾക്ക് സൗകര്യം കൊടുക്കണം. വതഅല്ലുമുൽ ഇൽമി വതഅലീം, ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും ഒരു ക്ലാസ് നടത്താൻ, ആ ക്ലാസ്സിലേക്ക് ആളുകൾ വരും, അതിന് പള്ളി സൗകര്യപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റു ആരാധനാ കർമ്മങ്ങൾ അതെല്ലാം നിർവഹിക്കാൻ, ഇഅ്തികാഫ് പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ മസ്ലഹത്ത് പോലെയുള്ള വിഷയങ്ങൾ, നാട്ടിലുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന കുറെ കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ പള്ളിയിൽ ഒരുമിച്ച് കൂടുക, അവിടെ ചർച്ച നടത്തുക, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, വഹാദാ അശ്റഫുൽ ഖിസ്മൈൻ, രണ്ട് പരിപാലനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും പുണ്യമുള്ള കാര്യം ഏതാണ്? അതിന്റെ ഉള്ളിൽ ആരാധനകൾ നടത്തുക എന്നതാണ്. ആരാധന എന്ന് പറയുമ്പോൾ നിസ്കാരം മാത്രമല്ല, ഏതൊക്കെ ദീനിന്റെ നന്മകളുണ്ടോ അതിനെല്ലാം ഉള്ള ഒരു വേദിയാണ്
ഒരു ഇടമാണ് അള്ളാഹുവിന്റെ പള്ളി എന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇത് വൃത്തിയായി കൊണ്ടു നടക്കുന്ന പരിപാലനം, അല്ലെങ്കിൽ ഇതുണ്ടാക്കുക എന്ന പരിപാലനം അതിനേക്കാൾ അശറഫായി വരുന്ന ഒന്ന്. അപ്പൊ അത്രയും പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് പരിപാലിക്കുന്നവരുടെ സവിശേഷത നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവർക്ക് ഉറപ്പായും ഉണ്ടാകേണ്ട കാര്യം മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസം ഉറച്ചവരായിരിക്കണം. അല്ലാഹുവിനെ നിഷേധിക്കുന്ന, അല്ലാഹുവിന്റെ കാര്യങ്ങളെ പരിഹസിക്കുന്ന, ദീനിനെ കൊഞ്ഞനം കുത്തുന്ന, ദീനിനെ എതിർക്കുന്ന ആളുകൾ അവരൊക്കെ വലിയ പള്ളി കമ്മിറ്റിയാണ്, പള്ളി പരിപാലകരാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ദുന്യാവിൽ മാത്രം ഒതുങ്ങും. നാളെ ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാകണമെങ്കിൽ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, ആഖിറത്തിൽ വിശ്വാസം ഉണ്ടാകണം, നിസ്കരിക്കുന്നവനാകണം, സകാത്ത് കൊടുക്കുന്നവനാകണം, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രം പേടിക്കുന്നവനാകണം. നാട്ടുകാരെ മൊത്തം പേടിച്ച്, ലോകത്തുള്ളവരെ മൊത്തം പേടിച്ച്, അവരെ പേടി മുന്നിൽ കണ്ട് അങ്ങനെ പള്ളി കൊണ്ടുപോകാം. അതല്ല, പള്ളി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ വീടാണ്. അള്ളാന്റെ വീടാകുമ്പോ അവന്റെ ഇഷ്ടങ്ങൾക്ക്, അവൻ അനുസരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആ പള്ളിയെ പാകപ്പെടുത്തുക എന്നതാണ്. നാട്ടുകാരുടെ ഇഷ്ടം, കൂടെയുള്ളവരെ ഇഷ്ടം, ലോകത്തുള്ള എല്ലാവരുടെയും ഇഷ്ടം, അതേപോലെ ഒരു നാട്ടിൽ പല സ്വഭാവത്തിലും പല ചിന്താഗതിയിലും പോകുന്നവരുണ്ടാകും. അവരെല്ലാം ഇണക്കി, അവരെല്ലാം കൂട്ടിച്ചേർത്ത്, അങ്ങനെ എല്ലാം കൂടിയ ഒന്നല്ല, കൃത്യമായ നിലപാടും നയങ്ങളും ഉള്ള ഒരു പരിപാലനമാണ് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഭവനത്തിൽ പാലിക്കേണ്ട സംസാര മര്യാദ അതുപോലും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, ആളുകൾക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്, യതഹല്ലഖൂന ഫീ മസാജിദിഹിം, അവരെ പള്ളികളിൽ ആളുകൾ വട്ടം കൂടിയിരിക്കും, ചെറിയ ചെറിയ ടീമുകളായി, അതേപോലെ തന്നെ ഗ്രൂപ്പുകളായി ആളുകൾ ഇരിക്കും. വലൈസ ഹിമ്മത്തുഹും ഇല്ല ദുനിയ, ആ ഇരിക്കുന്നവർക്ക് ഭൗതികം മാത്രമാണ് ലക്ഷ്യം, ദുന്യാവാണ് അവരെ മോഹം. എന്നിട്ടോ അവർ വട്ടം കൂടി ദുന്യാവിന്റെ കാര്യങ്ങൾ പറയുന്നു, തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നു, അതേപോലെ പരദൂഷണം പറഞ്ഞ്, ഏഷണി പറഞ്ഞ്, അതേപോലെ തന്നെ ഊഹാപോഹങ്ങൾ പറഞ്ഞ്, ആരോപണങ്ങൾ പങ്കുവച്ച് ദുന്യാവിലെ കാര്യങ്ങൾ ചർച്ചയാക്കി ഓരോ ടീമുകൾ പള്ളിയുടെ ഉള്ളിൽ ഉണ്ടാകും. ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അല്ലാഹുവിന് ഒരാവശ്യമില്ല, അവരാ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി റബ്ബ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഫലാ തുജാലിസൂഹും, അത്തരം ആളുകളുടെ സമീപത്തിരിക്കരുത്, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഇരുത്തമാകരുത്, ഒരിക്കലും അവരെ പിന്തുണക്കരുത്, അവരുമായി സഹകരിക്കരുത്. ഓരോ പള്ളികൾ അവസാന കാലഘട്ടങ്ങളിൽ മാറ്റപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅമ്മൽ കലാമുല്ലദീ യുഹിബ്ബുഹുല്ലാഹു വറസൂൽ ഫിൽ മസ്ജിദ്, പള്ളിയിൽ അല്ലാഹുവും അല്ലാഹുവിന്റെ ദൂതനും ഇഷ്ടപ്പെടുന്ന സംസാരങ്ങൾ, ചർച്ചകൾ, ക്ലാസുകൾ, ഉപദേശങ്ങൾ, അതാണ് നല്ലത്, അത് ഹസന. വഅമ്മൽ മുഹറം, നിഷിദ്ധമാക്കപ്പെട്ട സംസാരം, ഫഹുവ ഫിൽ മസ്ജിദി അശദ്ദു തഹരീമാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ഏറ്റവും കടുത്ത ഹറാമാണ്. അല്ലാഹുവിന്റെ പള്ളി അതിനുള്ളതല്ല എന്നറിഞ്ഞിട്ടും ആ പള്ളിയിൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഉണ്ടാവുക എന്നത് കടുത്ത നിഷേധമാണ്. വകദാലികൽ മക്റൂഹ് യകൂനു ഫിൽ മസ്ജിദി അശദ്ദു കറാഹിയ, അതേപോലെ വെറുക്കപ്പെട്ട കാര്യങ്ങൾ, രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം, രണ്ട് വീട്ടുകാർക്കിടയിൽ ഉണ്ടായ പ്രശ്നം, അതുപോലെ ഇങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അതങ്ങനെ പെരുപ്പിച്ച് വലുതാക്കി അവസാനം അവരറിയും പള്ളിയിലും നമ്മളെ പറ്റി വേണ്ടാത്ത വർത്തമാനമാണ്. അപ്പൊ അവർക്ക് പള്ളിയോട് വെറുപ്പ്. ആ ആളുകൾക്ക് പള്ളി എന്ന് കേട്ടാൽ അതെന്തിനാണ് നമുക്കറിയാം, വേണ്ടാത്തരം പറയാനുള്ള സ്ഥലല്ലേ. അള്ളാന്റെ ഭവനത്തെ പറ്റി ഒരു കറാഹിയത്തായ വർത്തമാനം ഉണ്ടാകാൻ ആര് കാരണമായി? നമ്മളും നമ്മുടെ സംസാരവും കാരണമായി. പിന്നെയോ വയുക്റഉ ഫീഹി ഫുസൂലുൽ മുബാഹ്, അനുവദിക്കപ്പെട്ട വർത്തമാനങ്ങൾ ആണെങ്കിൽ പോലും അതെന്നെ അധികമാകുന്നത് വെറുക്കപ്പെട്ടതാണ്. അനുവദിക്കപ്പെട്ട രണ്ടാളുകൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, അതെങ്ങനെ നീണ്ടു 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 പോകുക എന്നുള്ളത് തന്നെ വെറുക്കപ്പെട്ടതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക്, ദുന്യാവിന്റെ വിഷയങ്ങൾക്കുള്ള ഇടമല്ല അള്ളാഹുവിന്റെ പള്ളി എന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച പള്ളിയിലെത്തിയാൽ എന്തിനാ പള്ളിയിൽ വരുന്നത്? ഖുതുബ ശ്രദ്ധിക്കാനാണ്. അപ്പൊ ചില ആളുകൾ പരിചയം പുതുക്കുക, ഇവിടെ ഖുതുബ നടത്തുമ്പോ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, അതേപോലെ ചിരിച്ച് സൗഹൃദം പങ്കിടുക. അതിനുള്ള സ്ഥലമല്ല പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക.
അപ്പൊ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട മര്യാദയാണ്. അവിടുന്ന് പറഞ്ഞു, ഇദാ ഖുൽത ലി സ്വാഹിബിക, നിന്റെ കൂട്ടുകാരനോട് നീ പറയുകയാണ്, യൗമൽ ജുമുഅ, ജുമുഅയുടെ അന്ന്, അൻസിത്, മിണ്ടാതിരിക്കുക. ഒരാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ വേറൊരാൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, വൽ ഇമാമു യഖ്തുബ്, ഇമാമു ഖുത്ബ നിർവഹിക്കവേ അങ്ങനെ പറഞ്ഞാൽ, ഫഖദ് ലഗൗത, നീ അവിടെ തെറ്റ് ചെയ്തു, നിനക്കവിടെ പ്രശ്നം വന്നിരിക്കുന്നു. അപ്പൊ എന്തിനാണ് ഇത്ര സൂക്ഷ്മത ഇസ്ലാം പഠിപ്പിച്ചത്? നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാനാണ്, നമ്മുടെ മനസ്സ് പിശാച് കവർന്നെടുക്കാതിരിക്കാൻ വേണ്ടി. ആരോ എന്തോ പറഞ്ഞോട്ടെ, നമ്മൾ തിരുത്താൻ നിൽക്കണ്ട. ജുമുഅ കഴിഞ്ഞിട്ട് അവനോട് അതിന്റെ ഗൗരവം പറയണം. പള്ളിയുടെ ഉള്ളിലെത്തി ഇമാമ ഖുത്ബ നിർവഹിക്കുമ്പോ ആര് കയറി വന്നാൽ ആരാകട്ടെ അവനോട് മിണ്ടണ്ട എന്ന് പറയാനോ സൗഹൃദം പുതുക്കാനോ ഉള്ള സമയമല്ല. അത് വിലക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കലും ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പള്ളിയിൽ വന്നാൽ ഇരിക്കേണ്ട രീതി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു. എങ്ങനെ ഇരിക്കണം? പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ജുമുഅയുടെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഉപദേശങ്ങൾ കേൾക്കാനാണ്. ഖുർആൻ കേട്ട്, ഹദീസുകൾ കേട്ട് നമ്മുടെ സ്വഭാവം, വിശ്വാസം അതെല്ലാം ഒന്ന് പുതുക്കാനും നന്നാക്കാനും ഒക്കെയാണ്. അവിടെ നമ്മൾ വന്നിരുന്ന് അലസന്മാരാവുക എന്നത്, അലസതയുണ്ടാക്കുന്ന ഇരുത്തം നിർവഹിക്കുക എന്നത് എന്തുമാത്രം പ്രശ്നമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒക്കെ നിർദ്ദേശം തന്നു. എത്രത്തോളം? അവിടുന്ന് മിമ്പറിൽ കയറി, ഇദാ ഖാമ അലൽ മിമ്പർ, മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിക്കുമ്പോൾ ഇസ്തഖ്ബലഹു അസ്ഹാബുഹു ബിവുജൂഹിഹിം, സ്വഹാബത്ത് എങ്ങനെ? നബിന്റെ നേരെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ നോക്കിയിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉടലൊക്കെ നിവർത്തി, തലയൊക്കെ പൊക്കി, നല്ല ഉന്മേഷത്തോടെ ഇരിക്കണം. അപ്പോഴേ നമ്മോട് സംസാരിക്കുന്ന ആളെ നേരെ നോക്കാൻ കഴിയും. സുഖമൊന്നുമില്ല, പ്രയാസാണ്, അതിനനുസരിച്ചിരിക്കുക. ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ച്. നല്ല ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്, എന്നാലും നമ്മളിങ്ങനെ ചുമരിലൊക്കെ ചാരി സുജായികളായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഖത്തീബിനെ നോക്കുക? നമ്മുടെ മനസ്സിലേക്ക് എന്ത് ഉപദേശം കയറുക? നമ്മൾ വേറെ ലോകത്താണ്. അപ്പോ ഇവിടെ ചാരി ഇരുന്ന് സുഖിക്കാനല്ല പള്ളി, അതിനല്ല പള്ളി. മറിച്ച് എന്താണ്? നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കാനും വിമലീകരിക്കാനുമാണ്. അതുകൊണ്ട് സ്വഫായി ഇസ്ലാമിന്റെ നിർദ്ദേശം നോക്കൂ നിങ്ങൾ. ആ സ്വഫ് ചേർക്കുന്നിടത്ത് വരെ, അത് ക്രമീകരിക്കുന്നിടത്ത് വരെ ഇസ്ലാമിന്റെ ഇടപെടലുണ്ട്. നേരത്തെ വന്നവർ ഓരോ സ്വഫിലേക്ക് കയറിയിരുന്ന് ആ വൃത്തിയിൽ, ഭംഗിയിൽ ഇരിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നഅസ അഹദുക്കും, ഒരാൾക്ക് മെല്ലെ ഉറക്കം തൂങ്ങി, അറിയാതെ കോട്ടുവായൊക്കെ കണ്ണൊക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പള്ളിയിൽ വന്നപ്പോ അങ്ങനെ ഒരു അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലിയതഹവൽ മിൻ മജ്ലിസിഹി ദാലിക ഇലാ ഗൈരി, ആ ഉറക്കം വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം ഒന്ന് മാറ്റുക, അവിടെ നിന്ന് എണീറ്റിട്ട് വേറൊരു ഭാഗത്തേക്ക് ഇരിക്കുക. അപ്പോ ശരീരം ഒന്ന് ഇളകുക, നമ്മൾ ആ ഉറച്ച സ്ഥലം ഒന്ന് മാറുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഉറക്കൊന്ന് പോകും, ഒന്നുകൂടി ഉണർവുണ്ടാകും. ഇരിക്കേണ്ട മര്യാദകൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലൊക്കെ ഇരിക്കേണ്ട മര്യാദകൾ പോലും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും പള്ളി എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും കുടുംബപരമായും എല്ലാ നിലക്കും ഒരു വിശ്വാസിയുടെ ജീവിതവുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കേണ്ട വല്ലാത്ത ഒരു സ്ഥലമാണ്, ഒരു ഇടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ അതിനെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പള്ളിയുമായി നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ മനസ്സിനെ ബന്ധിപ്പിക്കുക. മനസ്സതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം അതിന് വഴങ്ങും എന്ന് ഉറപ്പാണ്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളോട് സമീപിക്കാൻ വിശ്വാസികൾക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ, പരലോകത്തെ അർശിന്റെ തണലിൽ നമുക്ക് നിൽക്കാൻ കഴിയും എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ഉപദേശമാണ്. അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.